നമസ്കാരം. അടഞ്ഞ വാതിലുകൾ എന്ന കഥയുടെ ആദ്യ ഭാഗം കേട്ടിരുന്നല്ലോ. കഥയുടെ ഇതുവരെയുള്ള ഭാഗം ഓർമ്മയുണ്ടല്ലോ. ചെറുകുന്നുകര എന്ന ഗ്രാമത്തിലെ ഒരു ഇടവഴിയിൽ ഒരാൾ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. പാവപ്പെട്ടവരായ ആ ഗ്രാമവാസികളിൽ ആ മരണം ഒരു ആശങ്കയുണ്ടാക്കുന്നു. മരണമടഞ്ഞത് ആരാണ്? അയാൾ എന്തിനാണ് ആ ഗ്രാമത്തിൽ വന്നത് എന്നുള്ള അന്വേഷണമാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ. തന്നോടുള്ള വിരോധം തീർക്കാൻ പ്രസന്നനും അയാളുടെ പാർട്ടിക്കാരും ഒരു പാപത്തിനെ ആയുധമാക്കി എന്നുള്ള പ്രചാരണത്തോടെ ദിവാകരൻ സമരത്തിന് തുടക്കമിട്ടു. അല്ലെങ്കിൽ ഭരണമേറ്റ് ഇത്രയും നാളായിട്ടും കൊലപാതകിയെ പിടിക്കാത്തത് എന്തുകൊണ്ടാ? കൊല്ലിച്ചത് പ്രസന്നൻ തന്നെ. കള്ളക്കളി അവസാനിപ്പിക്കുക. പാവം മുസ്തഫയുടെ ചോര പുരണ്ട അധികാര കസേരയിൽ നിന്നും പ്രസന്നൻ ഇറങ്ങുന്നത് വരെ സമരം തന്നെ. വീണ്ടും ധർണ, പിക്കറ്റിംഗ്, ഹർത്താൽ, മന്ത്രിയുടെ കോലം കത്തിക്കൽ തുടങ്ങി പഴയതും പുതിയതുമായ കലാപരിപാടികൾ കണ്ട് കുന്നുകരക്കാർ വീണ്ടും മൂക്കത്ത് വിരൽ വെച്ചു. പ്രസന്നന്റെ പാർട്ടിക്കാരേക്കാൾ വീറും വാശിയും ദിവാകരനും കൂട്ടർക്കുമാണെന്ന് കുന്നുകരക്കാർക്കിടയിൽ ഒരു അഭിപ്രായം പൊട്ടിമുളച്ചു. ഏതായാലും സമര പരമ്പരകൾ സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നു എന്നായപ്പോ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. അല്ലെങ്കിലും നമ്മുടെ ഒരു നാട്ടു നടപ്പ് അതാണല്ലോ. ആദ്യം ലോക്കൽ പോലീസ്, പിന്നെ ക്രൈംബ്രാഞ്ച്, പിന്നെ അവസാനം CBI. പുതിയ ടീം അന്വേഷണം ആരംഭിച്ചു. വീണ്ടും ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് തന്നെ. എന്നാൽ CA സാമുവൽ ഒന്നുകൂടി മുന്നോട്ട് പോയി. ഒന്നല്ല, കുറേ പടികൾ. മരിച്ചയാളുടെ കുന്നുകരയിലേക്കുള്ള വരവിന്റെ ഉറവിടം തേടിയുള്ള യാത്രകൾ അവരെ പുതിയ നിഗമനങ്ങളിലേക്ക് എത്തിച്ചു. വീണ്ടും ആ പകൽ കുന്നുകരക്കാർക്ക് ഞെട്ടൽ സമ്മാനിച്ചു. ഇത്തവണ കരക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എന്ത്? അതെന്ത് കഥ? പറയാം. അതിനു മുമ്പ് ഒരു വീട്ടുകാരെ കൂടി പരിചയപ്പെടുത്താം. പാടവരമ്പ് കഴിഞ്ഞ് മുന്നോട്ടുള്ള ചെറിയ കയറ്റം കയറുമ്പോൾ കാണുന്നതാണ് അച്യുതനാശാരിയുടെ വീട്. ഒരു സാധാരണ ഓടിട്ട കെട്ടിടം. കുന്നുകരയിലെ ഏക ആശാരി കുടുംബം. സമർത്ഥനായ പെരുന്തച്ചൻ. കുന്നുകരയിലെ മാത്രമല്ല, സമീപമുള്ള കരയിലെയും പട്ടണത്തിലെയും പല വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മരപ്പണി അച്യുതൻ ചെയ്തതായിരിക്കും. ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ മര ഉരുപ്പിടികളും അച്യുതൻ പണിതാ മതി എന്ന മേസ്തിരിമാര് പറയുക. ഉടമസ്ഥനും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല. അത്രയ്ക്കാണ് അച്യുതനാശാരിയുടെ വൈദഗ്ധ്യം. അതുകൊണ്ട് തന്നെ പണിത്തിരക്കൊഴിഞ്ഞ് അച്യുതനെ കാണാൻ കിട്ടില്ല എന്നാണ് ശാന്തമ്മയുടെ പരാതി. അച്യുതന്റെ നല്ല വീട്ടമ്മയാണ് ശാന്തമ്മ. ആശാരി ദമ്പതികൾക്ക് 4 മക്കൾ. മൂത്ത 2 ആൺപിള്ളേരും സ്കൂൾ പഠിത്തം കഴിഞ്ഞപ്പോൾ ഉളിയും കൊട്ടുവടിയും എടുത്ത് അച്ഛന്റെ കൂടെ കൂടി. കുറ്റം പറയുതരല്ലോ. അച്ഛന്റെ കൈപുണ്യം മക്കൾക്കും പകർന്നു കിട്ടാൻ അധിക കാലം വേണ്ടി വന്നില്ല. അച്ഛനും മക്കളും കൂടി മരപ്പണികൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. ഇളയ 2 പെൺപിള്ളേരും പഠിത്തം കഴിഞ്ഞപ്പോൾ വീട്ടിലൊതുങ്ങി. നാട്ടുകാർ തങ്ങളുടെ മക്കളോട് പറയാൻ ഒരു ഉദാഹരണമായി ആ വീടിനെയും മക്കളെയും ഏറ്റെടുത്തു. അപ്പനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ആ മക്കളെ പോലെ ആവണം നിങ്ങളും. പക്ഷെ ആ കുടുംബത്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. കേട്ടവർ അന്ന് മുഴുവൻ ചർച്ച ചെയ്ത വിശേഷം അതായിരുന്നു. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ അച്യുതനാശാരിയെയും മക്കളെയും വിളിപ്പിച്ചിരുന്നു. എന്തിന്? ആ പാവങ്ങൾ എന്ത് വിളിച്ചു? അവർക്ക് ഈ കൊലപാതകവുമായി എന്ത് ബന്ധം? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കുന്നുകരയിൽ മുഴുവൻ കറങ്ങി നടന്നു. അധികം വൈകാതെ തന്നെ അലവിയുടെ കടയിൽ ചായ കുടിക്കാൻ എത്തിയവർക്ക് ആ വാർത്ത പകർന്നു കിട്ടി. വീണ്ടും കുന്നുകരക്കാർ മൂക്കത്ത് വിരൽ വെച്ചു. ഇത്തവണ അവർ വായും പൊളിച്ച് നിന്നുപോയി. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. 2-3 ആഴ്ച അച്യുതന്റെ മൂത്ത ആൺമക്കളെയും കൂടാതെ വീട്ടിലുള്ള 2 പെൺമക്കളെയും ഭാര്യയെയും പോലീസ് സ്റ്റേഷനിൽ വരുത്തി ചോദ്യം ചെയ്തത്രേ. അവസാനം ക്രൈംബ്രാഞ്ച് ഇത്ര നാളും കുന്നുകരക്കാരെ വലച്ചിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി. മുസ്തഫയെ കൊന്നത് അച്യുതനാശാരിയുടെ മൂത്ത മകൻ കണ്ണനാണ്. കേട്ടവരാരും അത് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ശക്തിയായി നിഷേധിക്കുക കൂടി ചെയ്തു. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. ചിന്തേരി തള്ളുന്ന മരത്തിൽ ഒരു ഉറുമ്പ് കയറിയാൽ അതിനെ ഇല കൊണ്ടെടുത്ത് ദൂരെ കളയുന്നത്ര സാധുവാണ് അച്യുതനാശാരി. മക്കളും അങ്ങനെ തന്നെ. രണ്ടാമത്തവൻ ഗോവിന്ദനാണെങ്കിൽ ഒരാളോടും ഉറക്കെ സംസാരിക്കുക പോലും ഇല്ല. വീട് വിട്ട പണിസ്ഥലം, പണി കഴിഞ്ഞ വീട്. അതിനപ്പുറം ഗോവിന്ദൻ ഒരു ലോകമില്ല.
കൂട്ടുകാർ വന്ന് വിളിച്ചാൽ പോലും അമ്മ പോയിക്കൊള്ളാൻ പറഞ്ഞാൽ മാത്രം പോകും. അതും ദൂരേക്കൊന്നുമില്ല, പുഴക്കരയിൽ മീൻ പിടിക്കാനോ അമ്പലത്തിലെ ഉത്സവത്തിനോ മറ്റോ. ഇരുട്ട് പരക്കും മുമ്പേ വീട്ടിലെത്തും. മൂത്തവൻ കണ്ണനും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. പണി കഴിഞ്ഞ് വന്ന വീട്ടിലിരുന്നും രാത്രി വൈകും വരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചെറിയ ആഭരണപ്പെട്ടി, ടീപ്പോയി, അല്ലെങ്കിൽ മരത്തിൽ കൊത്തുപണി, അങ്ങനെ അങ്ങനെ. ആരോടും വഴക്കിനോ വയ്യാവേലിക്കോ പോയ ചരിത്രം അച്യുതനാശാരിയുടെ കുടുംബത്തിനില്ല. ആ കുടുംബത്തിലെ മൂത്ത മകനെയാണ് മുസ്തഫ എന്ന അന്യ നാട്ടുകാരനെ കഴുത്തറുത്തു കൊന്നു എന്ന കുറ്റം ചാർത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും വിശ്വസനീയമല്ല പോലീസ് ഭാഷ്യം. ക്രൈംബ്രാഞ്ച് CI സാമുവൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. മുസ്തഫ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഉളി പോലെയുള്ള മൂർച്ചയേറിയ ഏതോ ആയുധം കൊണ്ടാണ്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവിന് കാരണം അത്തരം ആയുധമാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നു. മൃതശരീരം കിടന്ന സ്ഥലം അച്യുതനാശാരിയുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ ദൂരെയാണ്. കൂടാതെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ വല്ലാതെ കുഴയ്ക്കുന്നതായിരുന്നു. 4-5 ദിവസം മുമ്പ് മുസ്തഫയും കണ്ണനും തമ്മിൽ നടപ്പാലത്തിനപ്പുറത്തുള്ള റോഡിൽ വെച്ച് എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്രേ. അതുമൂലമുണ്ടായ വൈരാഗ്യമാണ് കണ്ണനെ കൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്യിച്ചത്. രാത്രി വൈകി തന്റെ വീടിന്റെ പരിസരത്ത് വന്ന മുസ്തഫയെ കണ്ണൻ ചോദ്യം ചെയ്തു. രാത്രി പണിശാലയിൽ എന്തോ മരപ്പണി ചെയ്തുകൊണ്ടിരുന്ന കണ്ണൻ മൂർച്ചയുള്ള ഉളിയുമായാണ് മുസ്തഫയെ കണ്ടത്. ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും വഴക്കായി. ദേഷ്യം കയറിയപ്പോ ഉളി വെച്ചൊറ്റ വെട്ട്. കഴുത്ത് മുറിഞ്ഞ് ചോര വന്നു തുടങ്ങിയ മുസ്തഫ പ്രാണരക്ഷാർത്ഥം ഓടി. പക്ഷേ അധികം പോകാൻ കഴിഞ്ഞില്ല. ഇരുട്ടത്ത് കുറച്ചു ദൂരം നടന്നപ്പോഴേക്കും മറിഞ്ഞു വീണു. രാത്രി ആ വഴിക്കൊന്നും ആരും വരാറില്ല. കുന്നുകരക്കാർ ഉറക്കം പിടിച്ച ആ രാത്രി ആ നാട്ടുവഴിയിൽ കിടന്ന് പാവം മുസ്തഫ ചോര വാർന്നു മരിച്ചു. കൊല നടത്തിയ വിവരം ആരും അറിഞ്ഞില്ല. പിറ്റേ ദിവസം വാർത്ത കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയ സമയത്ത് കണ്ണൻ വീട്ടിലുണ്ടായിട്ടും അങ്ങോട്ടൊന്നും എത്തി നോക്കിയില്ല എന്നതും പോലീസ് കണ്ടെത്തി. കണ്ണൻ വേലിക്കൽ വന്ന് അങ്ങോട്ട് പോയി വരുന്ന നാട്ടുകാർ ആരോടോ എന്താ സംഭവം എന്ന് ചോദിച്ചതല്ലാതെ ശവം കാണാൻ ചെന്നില്ല എന്നതിൽ പോലീസിനുള്ള സംശയം കണ്ണന്റെ അറസ്റ്റിനുള്ള വഴിമരുന്നായി. എന്നാൽ നാട്ടുകാർ ആരും തന്നെ ഈ പോലീസ് കഥകൾ വിശ്വസിച്ചില്ല. അച്യുതനാശാരിയുടെ മകൻ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യില്ല എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിച്ചു. ആദ്യം പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങി അവർ പിന്നെ ഉറക്കെ പറയാൻ തുടങ്ങി. കവലകളിലും ചായപ്പീടികയിലും വേലിക്കലും പള്ളിമുറ്റത്തും അമ്പലപ്പറമ്പിലും എന്തിന് 4 ആൾ കൂടുന്നിടത്തെല്ലാം ഇതായി സംസാര വിഷയം. മന്ത്രി പ്രസന്നൻ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനും ഒരു നിരപരാധിയെ കരുവാക്കിയതാണെന്ന പ്രചാരം കാട്ടുതീ പോലെ കുന്നുകരയിൽ പടർന്നു. പോലീസ് സേനയിലെ ഒരു കോൺസ്റ്റബിൾ ഏതോ മദ്യപാന സദസ്സിൽ വിളമ്പിയ രഹസ്യം കുന്നുകരയിൽ എത്തിച്ചത് പ്രസന്നൻ മന്ത്രിയുടെ പാർട്ടിയിലെ ഒരു അസൂയക്കാരൻ തന്നെയാണ്. പക്ഷെ കുന്നുകരക്കാർ അത് ഏറ്റെടുത്തു. അവരുടെ പ്രിയപ്പെട്ട നല്ലവനായ അച്യുതനാചാര്യയുടെയും കുടുംബത്തിന്റെയും സങ്കടം ആ നാട്ടുകാരുടെയും കൂടി സങ്കടം ആകാതെ എങ്ങനെ? അച്യുതനാശാരി രാപ്പകലില്ലാതെ മകനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കാൻ പാടുപെടുന്നത് അവരെന്നും കാണുന്നതല്ലേ. നല്ലവരായ ചിലർ മുൻകൈ എടുത്ത് കണ്ണനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വീട്ടിലെത്തിച്ചു. അപ്പോ കണ്ണന്റെ അവസ്ഥ കണ്ട നാട്ടുകാർ രോഷാകുലരായതിൽ അത്ഭുതമില്ല. ശരിക്കും അവശൻ. പോലീസുകാർ നല്ലവണ്ണം പെരുമാറിയ എല്ലാ ലക്ഷണമുണ്ട്. ദേഹം മുഴുവൻ അടികൊണ്ട പാടുകൾ. നേരെ നിൽക്കാൻ പോലും പാവത്തിനാവുന്നില്ല. കാല് നിലത്തു കുത്തുമ്പോൾ വേദന കൊണ്ട് പുളയുകയാണ്. വലിയ റൂൾ തടി കൊണ്ട് ഉള്ളങ്കാൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നാരായണൻ വൈദ്യൻ വന്ന് പരിശോധിച്ചപ്പോ പറഞ്ഞു, ദേഹം മുഴുവൻ നല്ലപോലെ ചതഞ്ഞിട്ടുണ്ട്, ദീർഘകാലം ചികിത്സ വേണ്ടി വരും, എന്നാലും ഇനി പഴയ പോലെ. മുഴുവനാക്കാതെ നിർത്തിയ ആ വാചകത്തിൽ ആ കുടുംബത്തിന്റെ വേദന മുഴുവൻ നാട്ടുകാർ വായിച്ചെടുത്തു. കുന്നുകരക്കാർ ഈ വിഷയം ഉറക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. പ്രതിപക്ഷത്തിന് അടുത്ത ആയുധം വീണ് കിട്ടി. ഇതുവരെ പ്രതിയെ പിടിക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്ന് പരാതിപ്പെട്ടവർ തന്നെ ഇപ്പൊ പോലീസ് അതിക്രമത്തെ പറ്റി പ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി. സർക്കാരിന്റെ പോലീസ് നയം തിരുത്തണം എന്നായി അടുത്ത ധർണയ്ക്കുള്ള വിഷയം. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ ഭേദമന്യേ കുന്നുകരക്കാരെല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി. പഞ്ചായത്ത് കൂടിയപ്പോൾ കുന്നുകരയിലെ 4 വാർഡ് മെമ്പർമാരും ഈ വിഷയത്തിൽ പഞ്ചായത്ത് നേരിട്ട് ഇടപെടണമെന്ന് ശക്തിയായി വാദിച്ചു. പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ വാർഡുകളിലെ വീടുകളിലും അച്യുതനാശാരിയും മക്കളും മരപ്പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ്ട് എല്ലാവർക്കും ആ അഭിപ്രായത്തോട് യോജിപ്പായിരുന്നു. അവർ കളക്ടറെ കണ്ടു, നിവേദനം നൽകി.
പോലീസ് ആസ്ഥാനത്ത് വരെ പരാതി എത്തിക്കാൻ സാധിച്ചു. പോരാത്തതിന് നിയമസഭയിൽ പ്രതിപക്ഷം ഇളകി. കേരളമൊട്ടാകെ ചാനൽ ചർച്ചകളിലും മറ്റും ഈ വിഷയമെടുത്ത് വാചക കസർത്ത് വിദഗ്ധന്മാർ അമ്മാനമാടി. ഏതായാലും അതിന് ഫലമുണ്ടായി. ആഭ്യന്തര വകുപ്പ് ഈ കേസിൽ ഒരു തുടരന്വേഷണം പ്രഖ്യാപിച്ചു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശിവദാസൻ നാടാർ അന്വേഷണം ഏറ്റെടുത്തു. വീണ്ടും പോലീസ് ഈ കേസുമായി അച്യുതനാചാര്യയുടെ വീട്ടിൽ കയറും എന്ന വാർത്ത രണ്ടാമത്തെ ആന്തരിയെ ഒന്നുകൂടി ഭയചകിതനാക്കി. ഗോവിന്ദൻ അല്ലെങ്കിലേ ഒരു മിണ്ടാപ്രാണി ആയിരുന്നല്ലോ. പോലീസ് വീണ്ടും അന്വേഷിച്ചാൽ ഇനിയും തല്ലുകൊള്ളേണ്ടി വരും എന്ന ചിന്ത അയാളെ വല്ലാതെ വേട്ടയാടി. കഴിഞ്ഞ കുറെ നാളുകളായി അയാൾ പണിക്കൊന്നും പോകാതെ വീട്ടിൽ ഒരു മുറിയിൽ അടച്ചിരിപ്പാണ്. അന്നത്തെ പോലീസ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വീട്ടിൽ വന്നതിൽ പിന്നെ ഗോവിന്ദന് പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും ഭയമാണ്. അപരിചിതരായ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അയാൾ കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരിക്കും. എന്തിന്, സ്വന്തം നിഴലിനെ പോലും അയാൾക്ക് പേടിയായി. ശരിക്കും ഒരു ഭ്രാന്തിന്റെ വക്കിലായി ആ പാവം. പോരാത്തതിന് ചേട്ടന്റെ ആരോഗ്യസ്ഥിതി നാൾക്ക് നാൾ വഷളായി വരുന്നതും അയാൾ നേരിൽ കാണുകയാണല്ലോ. വീണ്ടും കേസന്വേഷണം തുടരുന്നു എന്ന വാർത്ത അച്യുതൻ വീട്ടിൽ വന്നു പറഞ്ഞ ആ രാത്രി പുലർന്നപ്പോൾ ഗോവിന്ദനെ വീട്ടിൽ കാണാനുണ്ടായിരുന്നില്ല. അയാൾ ആ ഗ്രാമം വിട്ട് എങ്ങോട്ടോ പോയി. ആദ്യം ചിലർ പുഴയിലും അമ്പലക്കുളത്തിലും മറ്റുമൊക്കെ മുങ്ങിത്തപ്പി. എങ്ങും ഒന്നും കിട്ടാതായപ്പോൾ ആശാരിയുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിലായി. എന്നാൽ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടേക്ക് പോയി മടങ്ങി വരുന്ന വഴി മാണിക്കത്ത് പറമ്പിലെ ചന്ദ്രനാണ് ആ ആശ്വാസ വാർത്ത കുന്നുകരയിൽ എത്തിച്ചത്. അയാൾ കോഴിക്കോട് വച്ച് ഗോവിന്ദനെ കണ്ടിരുന്നു. ചന്ദ്രനെ കണ്ട് ചിരിച്ചു. കയ്യിലെ പണം തീർന്നുപോയി, പണി കഴിഞ്ഞ് നാട്ടിൽ തിരികെ വരുമ്പോൾ തരാം എന്ന വാക്കിൽ കുറച്ച് രൂപ ഗോവിന്ദന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷേ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് അപ്പോൾ ചന്ദ്രൻ അറിഞ്ഞില്ല എന്ന് മാത്രം. ഗോവിന്ദൻ പിന്നെ എങ്ങോട്ട് പോയി? ഇന്നിവിടെ നിർത്താം. നന്ദി.